ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ദിശ അക്കാഡമി. അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് റെയിൽവേ സീരീസിൻ്റെ ഭാഗമായിട്ടുള്ള ഇന്ത്യൻ ജോഗ്രഫിയിലെ അടുത്തൊരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്. അപ്പോൾ ലാസ്റ്റ് നമ്മൾ ഇന്ത്യയെ സംബന്ധിച്ചുള്ള ബേസിക് പരമായിട്ടുള്ള 2 വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ക്ലാസ് കണ്ടിട്ട് വേണം ഈ ഒരു ക്ലാസ് കാണാൻ. കാരണം അതിൽ നമ്മൾ ഇന്ത്യയുടെ മാപ്പിനെ പറ്റി കൃത്യമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് ഈ ഒരു ക്ലാസ്സിൽ ഒരുപാട് യൂസ്ഫുൾ വരുന്നൊരു കാര്യമാണ്. സോ അത് കാണാത്തവരുണ്ട്, ആ വീഡിയോ കണ്ടിട്ട് എന്ത് ചെയ്യുക, ഈ വീഡിയോ കാണുക. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ഇന്ത്യൻ ജോഗ്രഫിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. ആക്ച്വലി SSC റെയിൽവേ എക്സാമിന് ഈ ഒരു ടോപ്പിക്ക് നമ്മൾ പഠിച്ചാൽ തന്നെ, ഈ ഒരു ടോപ്പിക് കൃത്യമായി പഠിച്ചാൽ തന്നെ ഇന്ത്യൻ ജോഗ്രഫിയുടെ 50% മാർക്കും ഈ ഒരു ടോപ്പിക്കിലാണ്. ഏതാണ്? ഇന്ത്യൻ ഫിസിയോഗ്രാഫി എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക്കിലാണ് ഇന്ത്യൻ ജോഗ്രഫിയുടെ 50% മാർക്കും ഇരിക്കുന്നത് കേട്ടോ. ഈ ഒരു ഭാഗം പഠിച്ചാൽ തന്നെ എന്താണ്, ഇന്ത്യൻ ജോഗ്രഫി 50% നമ്മൾ എന്താക്കിയെന്നാണ്, കംപ്ലീറ്റ് ആക്കിയെന്നാണ്. ഓക്കെ, അപ്പോൾ എന്താണ് ഇന്ത്യൻ ഫിസിയോഗ്രാഫി? എന്താണ് ഇത്? ഫിസിയോഗ്രാഫി എന്താണ്? നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു ഭൂപ്രകൃതി, അതാണ് നമ്മളിതിൽ പഠിക്കാൻ പോകുന്നത്. നമ്മളെ കണ്ട ഇന്ത്യയുടെ മാപ്പിൽ ഇന്ത്യക്ക് എന്തുണ്ട്? ഒരു ഭൂപ്രകൃതി ഉണ്ടല്ലേ. എന്താണ് ഈ ഭൂപ്രകൃതി? നമ്മുടെ ഈ രാജ്യത്തിൻ്റെ എല്ലാ പ്രദേശങ്ങളും കാണാൻ ഒരുപോലെയാണോടാ? എല്ലാ സംസ്ഥാനങ്ങളും അല്ലെങ്കിൽ എല്ലാ സ്ഥലവും നോക്കിയാലും കാണാൻ ഒരുപോലെയാണോ? അല്ലല്ലേ. നമ്മളിപ്പം നോർത്തിലോട്ട് പോകുകയാണെങ്കിൽ, അതായത് ജമ്മുവോ ഹിമാചലോ ഉത്തരാഖണ്ഡോ ഒക്കെ നമ്മൾ പോകുകയാണെങ്കിൽ ഈ പറയുന്ന പ്രദേശങ്ങളെന്നൊക്കെ പറയുമ്പോൾ പൊതുവെ മല ഏരിയയാണ് അല്ലേ. മൊത്തവും മലകൾ നിറങ്ങിയ പ്രദേശമാണ്. ഇനി അതുപോലെ തന്നെ നോർത്ത് ഈസ്റ്റിൽ പോവുകയാണെങ്കിലോ നാഗാലാൻഡോ മണിപ്പൂരോ അരുണാചലോ മേഘാലയൊക്കെ പോകണമെങ്കിൽ അതും അങ്ങനെ തന്നെയാണല്ലേ. എങ്ങനെയാ? മല ഏരിയ തന്നെയാണല്ലേ. അപ്പോൾ ഇന്ത്യയുടെ നോർത്ത് ഭാഗം എന്ന് പറയുമ്പോൾ എന്താണ്? മല ഏരിയ ആണ് അല്ലേ. ഇന്ത്യയുടെ നോർത്ത് ഭാഗം എന്ന് പറയുമ്പോൾ പൊതുവെ എങ്ങനെയാണ്? മല ഏരിയ ആണ്. അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് സെൻറ്ററിലോട്ട് വരികയാണ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ഉത്തരാഖണ്ഡിൻ്റെയൊക്കെ താഴെ നമ്മൾ പഠിച്ചതാണ് ഉത്തർപ്രദേശ്, ബീഹാർ, വെസ്റ്റ് ബംഗാൾ അല്ലേ. ഈ UP എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ അല്ലെ കൃഷിയിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് UPയും ബീഹാറും ബംഗാൾ എന്നൊക്കെ പറയുന്നത് അല്ലേ. എന്തുകൊണ്ടെന്ന് വെച്ചാൽ അവരുടെ പ്രദേശം എന്ന് പറയുന്നത് ഇന്ത്യയുടെ എന്താണ്? പ്ലെയിൻ ഏരിയ ആണ്, സമതല പ്രദേശം. ഇന്ത്യയുടെ ഒരു പ്ലെയിൻ ഏരിയ ആണ് ഏത്? നമ്മുടെ ഇന്ത്യയുടെ ഈ UP ബീഹാർ പ്രദേശം എന്നൊക്കെ പറയുമ്പോൾ. അത് കഴിഞ്ഞ് നമ്മൾ ഈ താഴോട്ട് വരുമ്പോൾ അല്ലേ, നമ്മൾ പറയും അതിനെ പെനിൻസുലാർ എന്ന് പറയും. ഇന്ത്യയുടെ പെനിൻസുലാർ ഭാഗം, ഈ പ്രദേശത്താണ് നമ്മൾ പൊതുവായിട്ട് നമ്മൾ എന്ത് കാണുന്നത്? പ്രത്യേക തരത്തിലുള്ള വേറെ മലകൾ, അതായത് ഡെക്കാൻ പ്ലേറ്റു, വെസ്റ്റേൺ ഗട്ട്സ്, ഈസ്റ്റേൺ ഗട്ട്സ്, ഇതുപോലുള്ള കുറേ മലകളെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു പ്രദേശം. നമ്മൾ ആ ഒരു ഭാഗത്തെ പറയും ഇന്ത്യയുടെ പെനിൻസുലാർ പീഠഭൂമി, പെനിൻസുലാർ പ്ലേറ്റു എന്നാണ് നമ്മൾ പറയാറുള്ളത് അല്ലേ. ദെൻ ഏറ്റവും നമ്മൾ അറ്റങ്ങൾ നോക്കി പിടിക്കുമ്പോൾ കോസ്റ്റൽ ഉണ്ട് അല്ലേ. നമ്മളിപ്പോൾ ഈ പറയുന്ന സ്ഥലങ്ങളിൽ നിന്നൊക്കെ വളരെ വേറിട്ട് നിൽക്കുന്ന സ്ഥലങ്ങളാണ്. ഞാൻ ഈ പറയുന്നതൊക്കെ കോസ്റ്റൽ അല്ലേ. ഒരു മലയേരിയ പോലെയാണോ കോസ്റ്റലുള്ള റീജിയൻ? അല്ല, വളരെ വ്യത്യാസമാണല്ലേ. സോ കോസ്റ്റൽ റീജിയൻ. ദെൻ ഇതെല്ലാത്തിലും വളരെ ഡിഫറെൻ്റ് ആയിട്ടൊരു സ്ഥലം നമുക്ക് രാജസ്ഥാനിലുണ്ടല്ലേ. എന്താണ് രാജസ്ഥാൻ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഓർമ്മ വരുന്നത്? മരുഭൂമി, ഡെസേർട്ടാണല്ലേ. ഇപ്പം ഞാൻ ഈ പറഞ്ഞ എല്ലാ സ്ഥലങ്ങളിൽ നിന്നും വളരെ വേറിട്ടൊരു പ്രദേശമാണ് ഇത് ഇന്ത്യയുടെ മരുഭൂമി പ്രദേശം എന്ന് പറയുമ്പോൾ അല്ലേ. ഇനി ഇതിലെല്ലാം പുറമെ ഞാൻ ഇത്രയും വേറിട്ടൊരു സ്ഥലമുണ്ട്, ലക്ഷദ്വീപ്, ആൻഡമാൻ നിക്കോബാർ. എന്താണ്? ഐലൻഡ് അല്ലേ, നമ്മുടെ ഐലൻഡ് ആണല്ലേ. ഇതെല്ലാം ചേരുമ്പോഴാണ് ആരുണ്ടാവുന്നത്? നമ്മുടെ രാജ്യം ഇന്ത്യ ഉണ്ടാവുന്നത് അല്ലേ. എന്ന് പറയുമ്പോൾ ഈ പറയുന്ന എല്ലാ പ്രദേശങ്ങളിലും എന്താ ഒരു വ്യത്യാസമായിട്ടുള്ള ഒരു കാഴ്ചയായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുന്നത് അല്ലേ. എല്ലായിടത്തും ഒരേ കാഴ്ചയല്ല ഇന്ത്യയുടെ അല്ലേ. ഇന്ത്യയുടെ ഓരോ പ്രദേശത്തും നമുക്ക് കാണാൻ പറ്റുന്നത് വളരെ വ്യത്യാസമായിട്ടുള്ള ഒരു കാഴ്ചയും അതുപോലെ തന്നെ അതനുസരിച്ച് അവിടുത്തെ കാലാവസ്ഥയ്ക്കും എന്തുണ്ട്? ഒരു മാറ്റമുണ്ട് അല്ലേ. ഇന്ത്യക്ക് പൊതുവായി മൊത്തമായും ഒരു കാലാവസ്ഥയാണോ? അല്ല. ഇന്ത്യയുടെ ഓരോ പ്രദേശത്തും നമുക്ക് പോകുമ്പോഴെന്താണ്? ഓരോ കലസനം, ഓരോ പ്രദേശത്തും ഓരോ എന്താണ്? ഭൂപ്രകൃതിയാണ്. അതാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ എന്ത് ചെയ്യാൻ പോകുന്നത്? ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമ്മുടെ ദിശ അക്കാഡമിയുടെ നമുക്ക് ഇപ്പോൾ ഓഫ്ലൈൻ ക്ലാസ്സുകൾ അല്ലെ, നമുക്ക് റെയിൽവേ സീരീസ് റെയിൽവേയുടെ നോട്ടിഫിക്കേഷൻ വന്നുകൊണ്ടിരിക്കുകയാണ്. RPFൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിന് തന്നെ ദിശ അക്കാഡമിയുടെ എന്താണ് 3 ഓഫ്ലൈൻ ബാച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്. കാലിക്കറ്റിൽ, അതുപോലെ തന്നെ കൊട്ടാരക്കര, അതുപോലെ തന്നെ തിരുവനന്തപുരത്ത്. അതുപോലെ അവരുടെ കോൺടാക്ട് നമ്പറാണ് ഈ നമ്പറിൽ നിങ്ങൾക്ക് വിളിച്ചാൽ ഓഫ്ലൈൻ എന്ത് ചെയ്യാം, കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് ദിശ അക്കാഡമിക്ക് എന്തുണ്ട്? ഓൺലൈൻ ക്ലാസ്സും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദിശയുടെ ആപ്പ് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്കത് ഡൗൺലോഡ് ചെയ്ത് അതിൽ തന്നെ ഡെമോ ക്ലാസ് ഉണ്ട്. ഡെമോ ക്ലാസ് നിങ്ങൾക്ക് നോക്കിയതിന് ശേഷം എന്ത് ചെയ്യാം, പേ ചെയ്യേണ്ടതാണ്. അതിൽ തന്നെ ലൈവ് ക്ലാസ് ഉണ്ട്. അതുപോലെ തന്നെ ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തവർക്ക് ഡെയിലി ലൈവ് ക്ലാസ് ഉണ്ട്. ലൈവ് ക്ലാസ് അറ്റാത്തവർക്ക് അതിന് എന്തുണ്ട്? അതിൽ റെക്കോർഡഡ് ക്ലാസ്സുകളുണ്ട്. അതിനുശേഷം അതിനെന്തുണ്ട്? മെൻറ്ററിങ് സപ്പോർട്ടും ഉണ്ട്. അത് ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഒരു പ്രാക്ടീസ് സെഷനിൽ അവർക്ക് എന്ത് കിട്ടും? ഒരു മെൻറ്ററിങ് സപ്പോർട്ടും ദിശയുടെ
ഓൺലൈൻ ആപ്പിൽ എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആപ്പ് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ഇന്നത്തെ സെഷൻ ഇന്ത്യൻ ഫിസിയോഗ്രാഫി അല്ലടാ, ഇന്ത്യയുടെ ഭൂപ്രകൃതി, നമ്മുടെ രാജ്യത്തിൻ്റെ ഭൂപ്രകൃതി ഇതോ നോക്കടാ, എത്രയാ? 6 എണ്ണം അല്ലേ? എന്തൊക്കെയാ? ഫസ്റ്റ് നോർത്തേൺ മൗണ്ടൻ, ദെൻ നോർത്തേൺ പ്ലെയിൻ അല്ലേ, സമതലം, ദെൻ പെനിൻസുലാർ പ്ലേറ്റു, ഇന്ത്യ എന്താണ്? പെനിൻസുലാർ പ്ലേറ്റു, ദെൻ കോസ്റ്റൽ ഏരിയ, നമ്മുടെ തീരദേശം, അത് കഴിഞ്ഞ് ഏതാ? ഡെസേർട്ട് ഐലൻഡ്. ഇതാണ് ഇന്ത്യയുടെ ഫിസിയോഗ്രാഫി. ഇന്ത്യയുടെ ഭൂപ്രകൃതിയെ 6 തരംതിരിച്ചിട്ടുണ്ട്. ഈ 6 കാര്യങ്ങളെയാണ് നമ്മൾ ഈ ഒരു ടോപ്പിക്കിൽ എന്താണ് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നോർത്തേൺ മൗണ്ടൻ്റെ ഒരു ഭാഗമാണ് കേട്ടോ. നോർത്തേൺ മൗണ്ടൻ അതായത് ഇന്ത്യയുടെ വടക്കൻ മലനിര. അതായത് നമ്മുടെ രാജ്യം നമ്മൾ നോക്കുകയാണെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞു അല്ലേ, നമ്മുടെ ഈ ടോപ്പ് ഭാഗം, ഇന്ത്യയുടെ ടോപ്പ് ഭാഗത്താണ് നമ്മൾ എന്ത് കാണുന്നത്? ഈ മല റീജിയൻ നമ്മൾ കാണുന്നത് അല്ലേ. സോ ആ ഒരു പ്രദേശമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകണം. അതായത് ഇന്ത്യയുടെ എന്താണ്? നോർത്തേൺ മൗണ്ടൻ. ഈ ഒരു ഭാഗമാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇന്ത്യയുടെ നോർത്തേൺ മൗണ്ടനെ പ്രധാനമായും 3 പ്രദേശങ്ങളായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ഡിവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഫസ്റ്റ് ഓഫ് ഓൾ ഇന്ത്യയുടെ നോർത്തേൺ മൗണ്ടനെ എത്രയായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്? 3 ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതെങ്ങനെയാണെന്നറിയോ? നമ്മുടെ ഫസ്റ്റ് ഭാഗം എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഈ ഇത്രയും ഭാഗം കണ്ടോ, ഈ നമ്മുടെ ഈ തലഭാഗം കണ്ടോ, ഈ തലഭാഗത്തുള്ള മലനിരകളെ നമ്മളൊരു പേര് പറയും കേട്ടോ. ഈ ഒരു ഇന്ത്യയുടെ ഈ തലയിൽ കാണുന്ന മലനിരകളെ നമ്മൾ വിളിക്കുന്ന ഒരു പേരാണ് ട്രാൻസ് ഹിമാലയ എന്ന് പറയും കേട്ടോ. നമ്മുടെ ഇന്ത്യയുടെ ഈ ഒരു തലഭാഗത്ത് വരുന്ന മലനിരകളെ നമ്മൾ എന്ത് പേരിട്ട് വിളിക്കും? ട്രാൻസ് ഹിമാലയ എന്ന് പറയുന്ന ഒരു പേരിട്ട് വിളിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ കണ്ടോ, ഞാൻ ഈ പച്ച കളറിൽ വരച്ചിരിക്കുന്ന ഈ പ്രദേശം കണ്ടോ, ഈ പച്ചക്കടലിൽ ഇങ്ങനെ പോകുന്ന ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ഭാഗം. ഇതാണ് ഹിമാലയ. അപ്പം തലേഭാഗത്തെ നമ്മൾ ട്രാൻസ് ഹിമാലയ എന്നും, അതിൻ്റെ താഴെ വളരെ നീണ്ടു കിടക്കുന്ന ഒരു മലനിര, അതിനെ വിളിക്കുന്ന പേരെന്താ? ഹിമാലയ. ഇനി നമ്മുടെ ഈ ഒരു ഭാഗം, നമ്മുടെ അരുണാചൽ, നാഗാലാൻഡ്, മണിപ്പൂർ, മിസോറാം, ഇങ്ങനെയുള്ള ഈ അറ്റത്തുള്ള സ്റ്റേറ്റിൽ അങ്ങ് അറ്റം വരുന്ന ഈ സ്റ്റേറ്റിലെ മലനിരകളെ നമ്മളൊരു പേര് വിളിക്കും ഈസ്റ്റേൺ ഹിൽസ് എന്ന് പറയും. അല്ലെങ്കിൽ വേറൊരു പേരുമുണ്ട്, പൂർവാചലുകളെന്നും പറയാറുണ്ട്. ഈസ്റ്റേൺ ഹിൽസ് അഥവാ മറ്റൊരു പേരെന്താ? പൂർവാചൽ. ഇതാണ് ഇന്ത്യയുടെ നോർത്തേൺ മൗണ്ടൻ കേട്ടോ. അപ്പോൾ ഇന്ത്യയുടെ നോർത്തേൺ മൗണ്ടനെ പ്രധാനമായും 3 ഭാഗങ്ങളായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. എന്തൊക്കെ പേരിലാണ്? ഏറ്റവും മുകൾ തലഭാഗത്തെ നമ്മൾ എന്ത് വിളിക്കുന്നു? ട്രാൻസ് ഹിമാലയ എന്ന് വിളിക്കുന്നു. രണ്ടാമത്തെ ഭാഗത്തെ നമ്മൾ എന്ത് പറയുന്നു? ഹിമാലയ എന്ന് വിളിക്കുന്നു. മൂന്നാമത്തെ അങ്ങ് നോർത്ത് ഈസ്റ്റ്, നമ്മുടെ അരുണാചലും മേഘാലയൊക്കെ കിടക്കുന്ന ആ മലകളെ നമ്മൾ വിളിക്കുന്ന പേര് ഈസ്റ്റേൺ ഹിൽസ് അഥവാ പൂർവാചൽ എന്ന് പറയും. ഇതാണ് നമ്മുടെ നോർത്തേൺ മൗണ്ടിൻ്റെ 3 ക്ലാസിഫിക്കേഷൻ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇതിലെ ട്രാൻസ് ഹിമാലയെ പറ്റിയാണ്. നമ്മുടെ ഏറ്റവും മുകൾ ഭാഗത്ത് കിടക്കുന്ന ഈ ഒരു ട്രാൻസ് ഹിമാലയെ പറ്റിയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? ഡിസ്കസ് ചെയ്യാനായി പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കിയാലോ, എന്താണ് ട്രാൻസ് ഹിമാലയ എന്ന് നോക്കാം. ഓക്കെ, ട്രാൻസ് ഹിമാലയ നമ്മുടെ കണ്ടല്ലോ, ഈ ഒരു തലഭാഗത്ത് കിടക്കുന്ന മലനിര, ഇത്രയും ഭാഗത്ത് വിളിക്കുന്ന പേരാണ് എന്ത്? ട്രാൻസ് ഹിമാലയ എന്ന് പറയും. ഈ ട്രാൻസ് ഹിമാലയയിൽ പ്രധാനമായും 3 മലനിരകളാണ് ഉള്ളത് കേട്ടോ. ട്രാൻസ് ഹിമാലയയിൽ പ്രധാനമായും എത്ര മലനിരകളുണ്ട്? 3 മലനിര. ആരൊക്കെയാ? ഫസ്റ്റ് വൺ എ കാരക്കോറം, ദെൻ ബി ലഡാക്ക്, ദെൻ സി ആരാണ്? സസ്കർ. ഇവരെ 3 പേരെയും വിളിക്കുന്ന പേരാണ് ട്രാൻസ് ഹിമാലയ. അപ്പോൾ ട്രാൻസ് ഹിമാലയ ആരൊക്കെയാണ് ട്രാൻസ് ഹിമാലയ എന്നുള്ളത്? ട്രാൻസ് ഹിമാലയ എന്ന് പറയുന്നത് കാരക്കോറം, ലഡാക്ക്, സസ്കർ. ആരൊക്കെയാണ് ട്രാൻസ് ഹിമാലയ? കാരക്കോറം, ലഡാക്ക്, സസ്കർ. ഇവരെയാണ് എന്ത് പറയുന്നത്? ഇന്ത്യയിൽ നമ്മുടെ ട്രാൻസ് ഹിമാലയ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ കണ്ട ഓപ്ഷൻ ഡി കൈലാസ്. കൈലാസ് എന്ന് പറയുന്നത് ടിബറ്റൻ ഭാഗമാണ്. ടിബറ്റിൻ്റെ ഭാഗത്തിലാണ് ആര് കിടക്കുന്നത്? കൈലാസ് റേഞ്ച് കിടക്കുന്നത്. നമ്മുടെ ഇന്ത്യയിലെ ട്രാൻസ് ഹിമാലയയുടെ 3 ഭാഗം ആരൊക്കെയാണ്? കാരക്കോറം, ലഡാക്ക്, ദെൻ സസ്കർ. ഓക്കെ, അപ്പോൾ ഇവരെ പറ്റിയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എന്ത് ചെയ്യാൻ പോകുന്നത്? ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഓർഡർ ഉണ്ടല്ലോ, കാരക്കോറം കെ ഏറ്റവും ടോപ്പിൽ, ദെൻ അടുത്ത ലെറ്റർ കെ കഴിഞ്ഞാൽ ആൽഫബറ്റിൽ ലെറ്ററിൽ എന്താണ്? എൽ ഫോർ എന്താ? ലഡാക്ക്, ദെൻ ഇസഡ് ഫോർ സസ്കർ. ആൽഫബറ്റിക് ഓർഡറിൽ നോക്കിയാലും ഒരേ ഓർഡറിലാണ് അല്ലേ? കെ എൽ ഇസഡ്. കാരക്കോറം രണ്ടാമത്, ലഡാക്ക്, ദെൻ മൂന്നാമത് ആരാണ്? സസ്കർ. ഓക്കെ, ഫസ്റ്റ് കാരക്കോറം റേഞ്ച്.
ഇല്ലേ, ഇന്ത്യയുടെ ഏറ്റവും മുകൾ ഭാഗത്ത് കിടക്കുന്ന മലനിരയാണ് ആര്? കാരക്കോറം. ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ് ഇന്ത്യയുടെ നോർത്തേൺ മോസ്റ്റ് പോയിന്റിന്റെ പേര് എന്താണ്? ഇന്ത്യയുടെ നോർത്തേൺ മോസ്റ്റ് പോയിന്റിന്റെ പേര് ഇന്ദിര കോൾ അല്ലേ? ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ് ഇന്ത്യയുടെ നോർത്തേൺ മോസ്റ്റ് പോയിന്റിന്റെ പേര് ഇന്ദിര കോൾ എന്നാണ് അല്ലേ? ആ ഇന്ദിര കോള് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഈ കാരക്കോറം റേഞ്ചിലെ ഒരു പ്രദേശത്താണ്. ആ പ്രദേശത്തിന്റെ പേര് എന്താണ്? ശ്രദ്ധിക്കണം. ഇന്ത്യയുടെ അങ്ങ് മുകളറ്റമാണ്, അറ്റം വരുന്ന പ്രദേശം. ഇന്ത്യയുടെ അങ്ങ് മേളറ്റത്തൊരു സ്ഥലം ഇല്ലടാ, വളരെ പ്രധാനപ്പെട്ട, വളരെ സെക്യൂരിറ്റി നിറഞ്ഞ ഒരു പ്രദേശം. എൻ്റെ പേരാണ് സിയാച്ചിൻ ഗ്ലേഷ്യർ അല്ലടാ. അതിൻ്റെ പേരെന്താണ്? സിയാച്ചിൻ ഗ്ലേഷ്യർ അല്ലേ? ഇന്ത്യയുടെ ഏറ്റവും മുകളറ്റം വരുന്ന ഒരു പ്രദേശമാണ് ഏത്? സിയാച്ചിൻ ഗ്ലേഷ്യർ. കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ? ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരത്തിലിരിക്കുന്ന യുദ്ധക്കളം, ഹയസ്റ്റ് ബാറ്റിൽ ഫീൽഡ് ഇൻ ദ വേൾഡ്. ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരത്തിലിരിക്കുന്ന ഒരു ബാറ്റിൽ ഫീൽഡാണ് ആര്? ഈ സിയാച്ചിൻ ഗ്ലേഷ്യർ എന്ന് പറയുന്ന. ആ സിയാച്ചിൻ ഗ്ലേഷ്യർ ഇരിക്കുന്ന എവിടെയാണ്? ഈ ഒരു കാരക്കോറം റേഞ്ചിലാണ്. ഈ ഒരു കാരക്കോറം റേഞ്ചിലാണ് സിയാച്ചിൻ ഗ്ലേഷ്യർ എന്ത് ചെയ്യുന്നത്? സ്ഥിതി ചെയ്യുന്നത്. ആ സിയാച്ചിൻ ഗ്ലേഷ്യറിലാണ് എന്തിരിക്കുന്നത്? ഇന്ദിരാ കോള് സ്ഥിതി ചെയ്യുന്നത്. ഇന്ദിരാ കോൾ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഈ ഒരു സിയാച്ചിനിലാണ്. അപ്പോൾ സിയാച്ചിൻ ഗ്ലേഷ്യറിന്റെ പ്രത്യേകത എന്താ? ലോകത്തിലെ ഏറ്റവും എന്താണ് ഹയസ്റ്റ് എന്താ ഏറ്റവും ഹയസ്റ്റ് ഇരിക്കുന്ന ഒരു ബാറ്റിൽ ഫീൽഡാണ് ആര്? സിയാച്ചിൻ ഗ്ലേഷ്യർ. ആ സിയാച്ചിൻ ഗ്ലേഷ്യർ ഇരിക്കുന്ന എവിടെയാണ്? ഈ പറയുന്ന കാരക്കോറം റേഞ്ചിലാണ്. ഇനി അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ എന്താണ് ഈ വാക്കിൻ്റെ അർത്ഥം? ഈ ഗ്ലേഷ്യർ എന്ന് പറഞ്ഞാൽ നമ്മളിനി ഒരുപാട് സ്ഥലത്ത് യൂസ് ചെയ്യാൻ പോണ ഒരു പദമാണ് ഗ്ലേഷ്യർ എന്ന് പറയുന്നത്. എന്താണ് ഈ ഗ്ലേഷ്യർ? സിയാച്ചിൻ ഗ്ലേഷ്യർ. എന്താണ് ഈ ഗ്ലേഷ്യർ? നമ്മൾ ഇനി ഒരുപാട് സ്ഥലത്ത് യൂസ് ചെയ്യും. സിമ്പിളാണ്. സിമ്പിളായി പറഞ്ഞാൽ ഇത് ഐസാണ്, മഞ്ഞുപാളി കേട്ടോ. ഐസിൻ്റെ പാളികളെ, മഞ്ഞുപാളികളെയാണ് എന്ത് പറയുന്നത്? ഐസ്. സിമ്പിളായി പറഞ്ഞാൽ ഐസ്. ഈ ഐസാണ്. ഈ ഐസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഗ്ലേഷ്യർ എന്ന് പറയുന്നത്. മഞ്ഞുപാളികൾ. ഇത് ഉരുകി, നമ്മൾക്കറിയാം ഗ്ലേഷ്യറിലൊക്കെ ചൂട് കൂടുമ്പോൾ എന്ത് ചെയ്യും? ഇത് ഉരുകും. ഐസല്ലടാ. ഉരുകുമ്പോൾ എന്ത് വരും? വെള്ളം വരും. ദെൻ ആ വെള്ളം താഴോട്ടൊക്കെ അങ്ങ് ഒഴുകിപ്പോവും. ആ ഒഴുകിപ്പോണത് പല നദികളായിരിക്കും കേട്ടോ. അപ്പോൾ അതാണ് എന്ത്? ഗ്ലേഷ്യർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ തന്നെ സിയാച്ചിൻ ഗ്ലേഷ്യർ അല്ലേ? ഇതൊരു ഗ്ലേഷ്യർ അല്ലേ? മഞ്ഞുപാളിയല്ലേ? അപ്പോൾ ഇവിടെ ചൂട് കൂടുമ്പം ഇതിൻ്റെ ഐസ് ഉരുകൂലേ? ഐസ് ഉരുകുമ്പോൾ എന്തുണ്ടാവും? ഒരു നദി ഉണ്ടാകും. ഉണ്ട്. അങ്ങനെ ഒരു നദി ഉണ്ട്. ആരെന്നറിയോ? സിയാച്ചിൻ ഗ്ലേഷ്യറിൽ നിന്നും ഉത്ഭവിക്കുന്ന നദി വളരെ ഇമ്പോർട്ടൻ്റ് നദിയാണ്. അന്നേരം വെള്ളം ഏറ്റവും ഒടുവിൽ ഇൻഡസ് നദിയിൽ വന്ന് ചേരും. ഇൻഡസിൻ്റെ ട്രിബ്യൂട്ടറി ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു നദിയാണ് ആര്? ഈ സിയാച്ചിൻ ഗ്ലേഷ്യറിലെ നദി. ആരെന്നറിയോ? സിയാച്ചിൻ ഗ്ലേഷ്യറിൻ്റെ താഴെ കൂടെ ഒഴുകുന്ന നദിയുടെ പേരാണ് നുബ്ര. ഏതാണ്? നുബ്ര. സിയാച്ചിൻ ഗ്ലേഷ്യറിൽ നിന്നും ഒറിജിനേറ്റ് ചെയ്യുന്ന നദിയുടെ പേരെന്താണ്? നുബ്ര. വളരെ മനോഹരമായ ഒരു താഴ്വാരം സിയാച്ചിൻ്റെ താഴെ നമുക്ക് കാണാൻ പറ്റും. യൂട്യൂബിലൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. നുബ്ര വേലി എന്ന് അടിച്ചാൽ മതി കേട്ടോ. വളരെ മനോഹരമായ ഒരു പ്രദേശമാണ് കേട്ടോ. നമ്മുടെ ഇന്ത്യയുടെ തന്നെ ഏറ്റവും മുകളറ്റം വരുന്ന വളരെ മനോഹരമായ ഒരു പ്രദേശമാണ് ഇത് നുബ്ര താഴ്വാരം. ആ നുബ്ര എവിടെ നിന്ന് വരുന്നു? സിയാച്ചിൽ നിന്നും ഒഴുകി വരുന്ന നദിയാണ് ആര്? നുബ്ര നദി. ആ നുബ്ര നദി ഉണ്ടാക്കുന്ന താഴ്വാരം വളരെ മനോഹരമായ ഒരു പ്രദേശം നമുക്ക് ഇന്ത്യയുടെ ഏറ്റവും നോർത്ത് ഭാഗത്ത് എന്ത് ചെയ്യാം? കാണാൻ സാധിക്കും. യൂട്യൂബിൽ നിങ്ങൾ ആ നുബ്ര താഴ്വാരത്തെ പറ്റി എന്ത് ചെയ്യുക? വീഡിയോകൾ കാണുക. ഓക്കെ. ദെൻ ഇവിടെ നമ്മൾ പറഞ്ഞു ഗ്ലേഷ്യർ എന്താണെന്നൊരു പദം നമ്മൾ പറഞ്ഞു അല്ലേ? ഐസാണ്. ഇതുപോലെ നമുക്ക് തെറ്റുന്ന ഒരു പദമാണ് ഇതാ ഈ ഒരു വാക്ക്. എന്താണ് ഈ വാക്കിൻ്റെ അർത്ഥം? ഗെയ്സർ അല്ലെ? ഗ്ലേഷ്യർ, ഗെയ്സർ. ഗ്ലേഷ്യർ നമ്മൾ കണ്ടു, ഐസ്, മഞ്ഞുപാളി. എന്താണ് ഈ പദം ഗെയ്സർ എന്ന് പറയുന്നത്? ഗെയ്സർ എന്ന വാക്കിൻ്റെ അർത്ഥം നമ്മൾ ഈ വാക്ക് ചിലപ്പം ചിലയിടത്ത് നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ വീട്ടിലൊക്കെ ഹീറ്റർ ഉണ്ടെങ്കിൽ ഹീറ്ററിലൊക്കെ ഈ സൈഡിൽ ഇങ്ങനെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ടായിരിക്കും, എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും ഗെയ്സർ. അപ്പോൾ എന്താണ് ഹീറ്ററും ഗെയ്സറൊക്കെ തമ്മിലുള്ളൊരു ബന്ധം? ഗെയ്സർ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ലടാ. നമ്മുടെ ഈ ഹിമാചൽ പ്രദേശില്ലേ, നമ്മുടെ ഈ മണാലിയൊക്കെ നമ്മൾ പോകുന്ന സാഹചര്യത്തിൽ നമുക്ക് ഈ മണാലിയൊക്കെ പോകുമ്പോൾ കാണാൻ പറ്റും ചില പ്രദേശങ്ങളിൽ ഈ ഭൂമിയുടെ അടിയിൽ നിന്നും വെള്ളം ഇങ്ങനെ മുകളിലോട്ട് ചീറ്റിപ്പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. വളരെ ഫോഴ്സിൽ വെള്ളം ഭൂമിയുടെ അടിയിൽ നിന്ന് മുകളിലോട്ട് എന്താണ് പമ്പ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ആ ഒരു വെള്ളം എന്ന് പറയുന്നത് വളരെ ചൂട് കൂടിയ വെള്ളമാണ് കേട്ടോ. വളരെ ചൂട് കൂടിയ വെള്ളമാണ് അവിടെ നമുക്ക് ആ കിട്ടുന്നത്. അതിന് നമ്മൾ പറയും ഹോട്ട് സ്പ്രിങ്ങുകൾ എന്ന് പറയും. നമ്മൾ പറയുന്നത് എന്താണ്? ഹോട്ട് സ്പ്രിങ്ങുകൾ. അങ്ങനെയുള്ള ഹോട്ട് സ്പ്രിങ്ങുകൾ വിളിക്കുന്ന പേരാണ് ഗെയ്സർ എന്ന് പറയുന്നത്. അപ്പോൾ എന്താ ഗെയ്സർ എന്ന് ചോദിച്ചാൽ എന്താടാ? ഹോട്ട് സ്പ്രിങ്ങുകൾ, ചൂട് നീരുറവ, ചൂട് വെള്ളം അല്ലേ? സിമ്പിളായി പറഞ്ഞാൽ ചൂട് വെള്ളം. ഗെയ്സർ എന്ന് പറഞ്ഞാൽ എന്താ? ചൂട് വെള്ളം, ഭൂമിയുടെ അടിയിൽ നിന്നും പുറത്തേക്ക് വരുന്ന ചൂട് വെള്ളം അല്ലേ? ഹോട്ട് സ്പ്രിങ്ങുകൾ നമ്മൾ എന്ത് പറയുന്നത്? ഗെയ്സർ എന്ന് പറയുന്ന ഈ ഗെയ്സർ കൊണ്ട് നമുക്ക് വലിയൊരു ഉപയോഗമുണ്ട്. എന്താണെന്നറിയോ ഈ ഗെയ്സർ കൊണ്ടുള്ള ഉപയോഗം?
ഗെയ്സർ കൊണ്ട് നമുക്ക് ഇലക്ട്രിസിറ്റി ഉണ്ടാക്കാൻ സാധിക്കും. നമുക്ക് ഒരുപാട് സാധനത്തിൽ നിന്നല്ലേ, നമുക്ക് കൽക്കരിയിൽ നിന്ന്, കോളിൽ നിന്ന് ഉണ്ടാക്കാം, വെള്ളത്തിൽ നിന്ന് ഉണ്ടാക്കാം അല്ലേ, ഹൈഡ്രോ, തെർമൽ അല്ലേ, അതുപോലെ വിൻഡ് എനർജി, കാറ്റിൽ നിന്നാണെങ്കിൽ, സൂര്യൻ നിന്നാണെങ്കിൽ സോളാർ അല്ലേ. അപ്പം അതുപോലെ ഗെയ്സറിൽ നിന്നും നമുക്ക് എന്തുണ്ടാക്കാൻ സാധിക്കും? ഇലക്ട്രിസിറ്റി ഉണ്ടാക്കാൻ സാധിക്കും. അങ്ങനെ ഉണ്ടാക്കുന്ന ഇലക്ട്രിസിറ്റികളെ ഒരു പേരുണ്ട്. എന്താ വിളിക്കുന്നതെന്നറിയോ? അതിനെ പറയുന്ന പേരാണ് ജിയോ തെർമൽ എനർജി. ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് ജിയോ തെർമൽ എനർജി എന്ന് ചോദിച്ചാൽ, ഗെയ്സറിൽ നിന്നും ഉൽപ്പാദിക്കുന്ന എനർജികളെ, ഗെയ്സറിൽ നിന്ന് ഉണ്ടാക്കുന്ന എനർജികളെ നമ്മൾ എന്ത് പേരിട്ട് വിളിക്കും? ജിയോ തെർമൽ എനർജി. ഇവിടെ സിമ്പിളാണ്. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ മാറിപ്പോയി. ജിയോ വെട്ടിക്കളഞ്ഞാൽ തെർമൽ എനർജി, തെർമൽ വേറെയാ അല്ലേ. കോളിൽ നിന്നും, കൽക്കരിയിൽ നിന്നുണ്ടാക്കുന്ന എനർജിയാണ് എന്ത്? തെർമൽ എനർജി അല്ലേ. പക്ഷേ അവിടെ ജിയോ എന്നൊരു പദം കൂടി വന്ന, ജിയോ ഭൂമി, ജിയോ എന്ന് പറഞ്ഞാൽ ഭൂമി അല്ലേ. ജിയോ ഭൂമി, തെർമൽ ചൂട്, ഭൂമിയിലെ ചൂട്. അതാരടാ ഭൂമിയിലെ ചൂട്? ഭൂമിയിലെ ചൂട് വെള്ളം. ആര്? ഗെയ്സർ. ഭൂമിയിലെ ചൂട് വെള്ളമാണ് ആര്? ഗെയ്സർ അല്ലേ. ഹോട്ട് സ്പ്രിംഗ് ആണ് ആര്? ഗെയ്സർ. അപ്പോൾ ഗെയ്സറിൽ നിന്ന് ഉണ്ടാക്കുന്ന എനർജി ഭൂമിയിലെ ചൂട്, ജിയോ തെർമൽ എനർജി. എന്തിൽ നിന്നും? ഗെയ്സറിൽ നിന്നും ഉൽപ്പാദിക്കുന്ന എനർജികളെ. ഓക്കെ. അതുപോലെ തന്നെ ഈ പറയുന്ന നമ്മുടെ ഒരു വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു പ്ലാന്റ് എവിടെയുണ്ട്? ഇന്ത്യയിലുണ്ട്. ഇന്ത്യയിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു ജിയോ തെർമൽ പ്ലാന്റ് ആണ് മണികരൺ കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കും കേട്ടോ. ഇന്ത്യയിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു ജിയോ തെർമൽ പ്ലാന്റ് ആണ് ആര്? മണികരൺ പ്ലാന്റ്. ഇത് ഹിമാചൽ പ്രദേശിലാണ് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. ഹിമാചൽ പ്രദേശിൽ കേട്ടോ, ഹിമാചലിലാണ് മണികരൺ. ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജിയോ തെർമൽ പ്ലാന്റ് ആണ് ആര്? മണികരൺ പ്ലാന്റ് എന്ന് പറയുന്നത്. എവിടെയാണ്? ഹിമാചൽ പ്രദേശിലാണ് ഈ ഒരു പ്ലാന്റ് എന്ത് ചെയ്യുന്നത്? സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ എന്താ ഗെയ്സർ എന്ന് കണ്ടു അല്ലേ. ഗെയ്സർ എന്ന് പറഞ്ഞാൽ എന്താ? ചൂട്, ഹോട്ട്, വെള്ളം, വാട്ടർ അല്ലേ. പക്ഷെ ഗ്ലേഷ്യർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഐസാണ്, മഞ്ഞുപാളി. ആ സിയാച്ചിൻ ഗ്ലേഷ്യറിൽ നിന്നും ഉത്ഭവിക്കുന്ന നദി ആരാണ്? നുബ്ര റിവറാണ്. അപ്പോൾ കണ്ടല്ലോ, സിയാച്ചിൻ എവിടെയാണ് നമ്മൾ കണ്ടു. എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? സിയാച്ചിൻ ഗ്ലേഷ്യർ ഇരിക്കുന്നത് അങ്ങ് മണ്ടയിലെ കാരക്കോറം റേഞ്ചിലാണ് അല്ലേ. അപ്പോൾ അതുപോലെ മറ്റൊന്നാണ്, നമുക്ക് ഈ കാരക്കോറം റേഞ്ചിൽ തന്നെ ഒരു വലിയൊരു മലയെ നമുക്ക് കാണാൻ സാധിക്കും. വലിയൊരു പീക്ക് ഇവിടെ ഇരിപ്പുണ്ട്. ഈ കാരക്കോറം റേഞ്ചിൽ ഇരിപ്പുണ്ട്. നമ്മൾ ഈ പീക്കിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് വെച്ചാൽ ആള് ലോകത്തിലെ സെക്കൻഡ് ഹയസ്റ്റ് പീക്കാണ് കേട്ടോ. ആളാരാ? ലോകത്തിലെ രണ്ടാമത്തെ ഏറ്റവും ഉയരം കൂടി കൊടുമുടിയാണ്. ലോകത്തിൽ ഫസ്റ്റ് ആരാണ്? ലോകത്തിൽ ഫസ്റ്റ് നമുക്കറിയാം, അത് എവറസ്റ്റ് കൊടുമുടിയാണ് അല്ലേ. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പീക്ക് ആര്? എവറസ്റ്റ് ആണ്. പക്ഷേ എവറസ്റ്റ് നേപ്പാളിലാണ്, ഇന്ത്യയിലാണോ? അല്ല. ഹിമാലയത്തിൽ തന്നെ നേപ്പാളിലാണ് ആര് സ്ഥിതി ചെയ്യുന്നത്? എവറസ്റ്റ്. പക്ഷേ ലോകത്തിലെ വേൾഡ് സെക്കൻഡ് ഹയസ്റ്റ് പീക്ക് ഇയാളാണ്. ലോകത്തിലെ രണ്ടാമത്തെ കൊടുമുടി ആരാണ്? ഈ ഒരു പീക്കാ. ശ്രദ്ധിക്കണം, ഇതൊരു മഞ്ഞുമലയാണെങ്കിലും ആരിലല്ല? ഹിമാലയമല്ല. ഇത് ഹിമാലയത്തിൻ്റെ ഭാഗമല്ല, ഇത് ട്രാൻസ് ഹിമാലയയുടെ ഭാഗമായിട്ടുള്ള വലിയൊരു മഞ്ഞുമലയാണ്. ആളുടെ പേരാണ് മൗണ്ട് K2. എന്താണ്? മൗണ്ട് K2. വേൾഡ് സെക്കൻഡ് ഹയസ്റ്റ് പീക്ക്, ലോകത്തിലെ രണ്ടാമത്തെ ഉയരം കൂടിയതും എന്നാൽ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ പീക്ക് കേട്ടോ. ഹയസ്റ്റ് പീക്ക് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആരെന്ന് ചോദിച്ചാൽ ആരാണ്? ഇന്ത്യയിലെ ഏറ്റവും ഹയസ്റ്റ് പീക്ക് മൗണ്ട് K2. അഥവാ ഇതിന് ഒരു പേര് കൂടിയുണ്ട്. മൗണ്ട് K2ൻ്റെ വേറൊരു പേരാണ് ഗോഡ്വിൻ ഓസ്റ്റിൻ എന്നും പറയും കേട്ടോ. നിങ്ങളുടെ ഓപ്ഷനിൽ മൗണ്ട് K2 എന്ന് പേര് തരണേക്കാളും കൂടുതലും ചാൻസ് ചോദിക്കാൻ ഗോഡ്വിൻ ഓസ്റ്റിൻ ആണ് കേട്ടോ. ഗോഡ്വിൻ ഓസ്റ്റിൻ അഥവാ മൗണ്ട് K2 ഹയസ്റ്റ് പീക്ക് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ആര്? മൗണ്ട് K2 കേട്ടോ. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും ഹയസ്റ്റ് പീക്കല്ലേ? നമ്മുടെ രാജ്യത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഹൈറ്റ് ചോദിക്കും. ഇതിൻ്റെ ഹൈറ്റാണ് 8611 മീറ്റർ. 8611 കേട്ടോ. 86 ശരിക്കും നമ്മൾ പഠിച്ചാൽ മതി. ആ 11 പഠിച്ചില്ലെങ്കിലും വിഷയമില്ല. കാരണം ഇതൊരു മഞ്ഞുമല ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഹൈറ്റ് കൃത്യമായി ആർക്കും എന്ത് ചെയ്യാൻ പറ്റില്ല, പറയാൻ സാധിക്കില്ല. സോ ഫസ്റ്റത്തെ രണ്ട് നമ്പറിനാണ് ഇമ്പോർട്ടൻസ്. 8 8000 റേഞ്ച് ഉണ്ട്. രണ്ടാമത്തെ നമ്പർ 6 86. പക്ഷേ ഇതിപ്പോൾ 88 ആണെങ്കിൽ ആരാവുമെന്നറിയോ? 88 ആണ്, എവറസ്റ്റ് ആണ്. 8800 സംതിങ് 48 മീറ്റർ. ഇതൊന്നും ഇമ്പോർട്ടൻസ് ഇല്ല. ഈ 48-നൊന്നും ഇമ്പോർട്ടൻസ് ഇല്ല. 8888 കാരണം മഞ്ഞുമല ആയതുകൊണ്ട് ആർക്കും കൃത്യമായി ഇതിൻ്റെ ഹൈറ്റ് എന്ത് ചെയ്യാൻ പറ്റില്ല, പറയാൻ സാധിക്കില്ല. സോ ഓപ്ഷൻസും ഈ മഞ്ഞുമലയുടെ ഹൈറ്റ് ചോദിക്കണമെങ്കിൽ ഇങ്ങനെ വേരി ചെയ്യൂല. പക്ഷേ 8800 അത് നമ്മൾ ശ്രദ്ധിക്കണം. 88 എവറസ്റ്റ്. 86 ആര്?
മൗണ്ട് കെ2. ലോകത്തിലെ ഫസ്റ്റും സെക്കൻഡും. ലോകത്തിലെ ഫസ്റ്റ് എവറസ്റ്റ് എത്രയാ? 888. അടുത്ത് മൗണ്ട് കെ2 8 വന്നാൽ ആരാ? മൗണ്ട് കെ2 അഥവാ ഗോഡ്ബിനാസ്റ്റിംഗ്, ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി കേട്ടാ, ഇന്ത്യയിൽ. പക്ഷേ വേറൊരു പ്രത്യേകത ഉണ്ട്. ഈ മൗണ്ട് കെ2 നമ്മൾ കണ്ടതാ ഈ ഒരു പ്രദേശത്താണ് സ്ഥിതി ചെയ്യുന്നതല്ലേ. ശരിക്കും ഈ ഒരു പ്രദേശത്തിൻ്റെയൊക്കെ പ്രത്യേകത, ഇതൊന്നും നമ്മുടെ ഇന്ത്യയുടെ പൂർണ്ണമായും കയ്യിലുള്ള പ്രദേശമല്ല. ഇത് നമ്മൾ പറയും പാക് ഒക്കുപ്പൈഡ് കാശ്മീർ എന്ന് പറയും. പാകിസ്ഥാൻ പിടിച്ചു വെച്ചിരിക്കുന്ന കാശ്മീരിൻ്റെ ഭാഗം, ആ ഒരു പ്രദേശത്താണ് ആര് സ്ഥിതി ചെയ്യുന്നത്? മൗണ്ട് കെ2. അതുകൊണ്ട് തന്നെ മൗണ്ട് കെ2 പൂർണ്ണമായും എവിടെ ഇല്ല? ഇന്ത്യയിലില്ല. അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വരും കേട്ടോ. പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന കൊടുമുടി ഏത്? ഹയസ്റ്റ് പീക്ക് ആര്? ഫുള്ളി കംപ്ലീറ്റ്ലി ഇൻ ഇന്ത്യ എന്ന് ചോദിച്ചാൽ കെ2 അല്ല. അത് വേറൊരു ആൻസർ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ കാണും. അത് വേറൊരു ആൻസറാണ് കേട്ടോ. പക്ഷേ ഇന്ത്യയിലെ ഹയസ്റ്റ് പീക്ക് എന്ന് ചോദിച്ചാൽ ഉത്തരം ആര് തന്നെയാണ്? മൗണ്ട് കെ2 അഥവാ ഗോഡ്ബിനാസ്റ്റിംഗ്. അങ്ങനെ പൂർണ്ണമായും ചോദിക്കണമെങ്കിൽ മാത്രമാണ് അതിന് ഡിഫറൻസ്. കാരണം മൗണ്ട് കെ2 പൂർണ്ണമായി എവിടെ ഇല്ല? ഇന്ത്യയിലില്ല. അത് സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? പാക് ഒക്കുപ്പൈഡ് കാശ്മീരിൽ. അതുകൊണ്ട് തന്നെ കുറച്ച് ഭാഗം എവിടെയും കിടപ്പുണ്ട്? പാകിസ്ഥാനിലും കിടപ്പുണ്ട്. കണ്ടല്ലോ. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ കാരക്കോറം റേഞ്ചിൽ കണ്ടതെന്ന് കണ്ടല്ലോ. കാരക്കോറം റേഞ്ചിൽ നമ്മൾ കണ്ടത് എന്താണ്? നമ്മൾ ഒരു സിയാച്ചിൻ ഗ്ലേഷ്യർ അല്ലേ, സിയാച്ചിൻ ഗ്ലേഷ്യറും കണ്ടു. അതിനുശേഷം നമ്മൾ കണ്ടത് ആരാണ്? മൗണ്ട് കെ2 അല്ലേ, ലോകത്തിൽ സെക്കൻഡ് പക്ഷേ ഇന്ത്യയിലെ ഹയസ്റ്റ് പീക്ക് 8. അടുത്ത നമ്പർ ആരാ? 8 ആയാൽ ആരാ? 8 ആയാൽ അത് എവറസ്റ്റ് ആവും. 8 എവറസ്റ്റ്. ഇനി അത് 8.5 ആയിരുന്നെങ്കിൽ ആരെന്നറിയോ? 8.5. 8.6 കെ2, 8.5 8500 സംതിങ്. അത് ലോകത്തിലെ 3rd ഹയസ്റ്റ് പീക്ക് ഇന്ത്യയിൽ തന്നെയാണ് കാഞ്ചൻജംഗ. കാഞ്ചൻജംഗയാണ് ലോകത്തിലെ 3ാമത്തെ ഏറ്റവും ഉയരം കൂടി കൊടുമുടി. 8.5. അപ്പോൾ 88, 86, 85 മൂന്നും പഠിച്ചു വെച്ചോ അല്ലേ. 88 മൗണ്ട് എവറസ്റ്റ് 8800. 86 മൗണ്ട് കെ2 വേൾഡ് സെക്കൻഡ്. 85 വേൾഡ് 3rd ആര്? കാഞ്ചൻജംഗ. എവിടെയാ? നമ്മുടെ സിക്കിമിലാണ് അല്ലേ. നമ്മുടെ സിക്കിമിലുള്ള കാഞ്ചൻജംഗ പീക്ക് എത്ര? 85 എന്ന് പറയുന്നത്. അപ്പോൾ കണ്ടല്ലോ, ഇത്രയുമാണ് നമ്മുടെ ഇവിടെ സ്ഥിതി ചെയ്യുന്നത്, നമ്മുടെ ട്രാൻസ് ഹിമാലയയുടെ ഭാഗമായിട്ടുള്ള പ്രദേശം. ഓക്കെ, ദെൻ രണ്ടാമത്തെ പ്രദേശമാണ് ഏത്? ഈ ലഡാക്ക് എന്ന് പറയുന്ന പ്രദേശമായിട്ട് വരുന്നത്. രണ്ടാമത്തെ പ്രദേശം ഏതാണ്? ഈ ലഡാക്ക് എന്ന് പറയുന്ന പ്രദേശമാണ്. ഓക്കെ, അപ്പം അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ലഡാക്കിനെ പറ്റിയാണ്. അടുത്ത ഏതാണ്? ലഡാക്ക്, രണ്ടാമത്തെ റേഞ്ച് അല്ലേ. ലഡാക്കിനെ പറ്റി പറയുകയാണെങ്കിൽ ലഡാക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്രദേശമാണ്. ഇന്ത്യയിൽ തന്നെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പ്ലേറ്റുമാണ് കേട്ടോ. ഹയസ്റ്റ് പ്ലേറ്റു ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിലിരിക്കുന്ന ഒരു പീഠഭൂമിയാണ് ആര്? ലഡാക്ക് പ്ലേറ്റു എന്ന് പറയുന്നത് കേട്ടോ. ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഹയസ്റ്റ് പ്ലേറ്റു ആരും ചോദിച്ചാൽ ആരാണ്? അത് ലഡാക്ക് പ്ലേറ്റു ആണ്. ആ ലഡാക്കിലെ ഒരു സിറ്റി ഉണ്ട്. സിറ്റിയുടെ പേരാണ് ലേ സിറ്റി കേട്ടോ. ലഡാക്കിലെ സിറ്റി ആരാടാ? ലഡാക്കിലെ സിറ്റി ലേ സിറ്റിയാണ് അല്ലേ. അപ്പോൾ ഈ ലേ പറ്റി പറയുകയാണെങ്കിൽ ലേ ഒരു കോൾഡ് ഡെസേർട്ടാണ്. വളരെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോൾഡ് ഡെസേർട്ടാണ് ലേ എന്ന് പറയുന്നത്. ലഡാക്ക് നമ്മൾ കണ്ടു, ഇന്ത്യയിലെ ഏറ്റവും ഹയസ്റ്റ് പ്ലേറ്റു ആണ് ആര്? ലഡാക്ക്. അങ്ങനെയാണെങ്കിൽ ലേ ആയിരിക്കൂലേ ഇന്ത്യയിൽ തന്നെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന എന്ത്? സിറ്റി അല്ലേ. ഇന്ത്യയിൽ തന്നെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു സിറ്റിയാണ് ആര്? നമ്മുടെ ഈ ലേ സിറ്റി എന്ന് പറയുമ്പോൾ അല്ലേ. അപ്പോൾ ലഡാക്കും ലേ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഒരുപാട് റീൽസിലൊക്കെ കണ്ടിട്ടുള്ള ഒരു പ്രദേശമാണ് അല്ലേ. ഒരുപാട് റീലുകളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള ഒരു പ്രദേശമാണ് ഏത്? ഈ ലേ എന്ന്. അപ്പോൾ നമുക്ക് ആ റീൽസൊക്കെ നമ്മൾ കാണുന്ന സമയത്ത് കണ്ടിട്ടുണ്ടായിരിക്കും ഈ ലേയിൽ കൂടി ഒരു നദി ഒഴുകുന്നത് നമുക്ക് കാണാൻ സാധിക്കും അല്ലേ. നമ്മുടെ ഈ പറയുന്ന റീൽസിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് ആ ലേയിൽ കൂടി ഒരു പ്രധാനപ്പെട്ട നദി ഒഴുകിപ്പോണം. അല്ലെ, അവരൊക്കെ ഇങ്ങനെ ബൈക്കിൽ പോകുമ്പം ആ താഴെ ഒരു നദി, അതേ നദി എന്നറിയോടാ? ആ നദിയാണ് നമ്മുടെ ഇൻഡസ് നദി. നമ്മുടെ ഇൻഡസിൻ്റെ കരയിലാണ് ഈ ലേ സിറ്റി സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. ഈ ഒരു ലേ സിറ്റി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഇൻഡസ് നദിയുടെ കരയിൽ കേട്ടോ. നമ്മുടെ ഈ മോളിൽ കൂടെയാണ് നമ്മുടെ ഇൻഡസ് നദി ഒഴുകുന്നത്. സോ ഈ ഇൻഡസിൻ്റെ കരയിലാണ് ഈ ഒരു ലേ സിറ്റി സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു സിറ്റിയാണ് ഏത്? ഈ പറയുന്ന ലേ എന്ന് പറയുന്ന സിറ്റി. കാരണം ആ ലേ ഇരിക്കുന്ന എവിടെയാ? ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഹൈറ്റിലിരിക്കുന്ന ഹയസ്റ്റ് പ്ലേറ്റു ആയ ലഡാക്ക് പ്ലേറ്റുവിലാണ് ഈ പറയുന്ന ലേ സിറ്റി സ്ഥിതി ചെയ്യുന്നത്. ഏത് നദിയുടെ കരയിൽ? ഇൻഡസ് നദി. അപ്പോൾ ഇനി നമ്മൾ അങ്ങനത്തെ ലഡാക്കിൻ്റെയൊക്കെ റീൽസ് കാണുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി, നമുക്ക് എന്താണ് ആ നദിയെ കാണാം. ആ നദി ആരാ? നമ്മുടെ ഇൻഡസ് നദി ആണ് കേട്ടോ. ഇനി കാണുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ. അങ്ങനത്തെ ഒരു റീൽ കാണുമ്പോൾ ഇത് നമ്മൾ അന്ന് പഠിച്ചതല്ലേ, ഏതാ? ഇൻഡസ് നദിയാണ്. ഇനി
ഇത്രയും ഹൈറ്റിലിരിക്കുന്ന ഒരു പ്രദേശമാണല്ലേ നമ്മൾ ഈ ലഡാക്ക് എന്ന് പറയുമ്പോൾ. നമ്മൾ സാധാരണമായിട്ടും വളരെ ഉയരം കൂടിയ ഒരു പ്രദേശത്ത് നമുക്ക് റീച്ച് ആവണമെങ്കിൽ അതിൽ തന്നെ ഒരു വഴി കാണും അല്ലേ. അതായത് ഒരു പ്രദേശത്ത് തന്നെ അതിൽ തന്നെ ഒരു വിടവ് കാണും. ആ വിടവ് നമ്മൾ പൊതുവായി പറയും പാസുകൾ എന്ന് പറയും, ചുരങ്ങളെന്ന് പറയും അല്ലേ. നമുക്കിപ്പോൾ വയനാടൊക്കെ പോകുമ്പോഴും നമ്മളൊരു ചുരം കയറി, താമരശ്ശേരി ചുരം കയറിയാണ് വയനാടൻ പീഠഭൂമി. വയനാട് നമ്മുടെ ലഡാക്കിനെ പോലെ എന്താ ഒരു പ്ലേറ്റുമാണ് അല്ലേ, ഒരു വയനാടൻ പീഠഭൂമി. ആ ഒരു പ്രദേശത്ത് എത്തുമ്പോഴും നമ്മളൊരു ചുരം കയറുന്നുണ്ട്. ലഡാക്കിൽ പോകുമ്പോഴും ഒരുപാട് ചുരങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ പറയും ലഡാക്കിനെ ലാൻഡ് ഓഫ് പാസസ് എന്ന് പറയും, ചുരങ്ങളുടെ നാട് എന്ന് വിശേഷിപ്പിക്കുന്ന ആരെയാണ്, ലഡാക്കിനെയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാനൊരു കാര്യം പറയട്ടെ, നമുക്ക് ലഡാക്കിൽ പോകണമെന്ന് വെച്ചു, നമുക്ക് ലഡാക്കിൽ പോകാൻ ആഗ്രഹമുണ്ട്, നമുക്ക് എവിടെ പോകണം, ലഡാക്കിൽ പോകണം. എങ്ങനെയൊക്കെ നമുക്ക് ലഡാക്കിൽ പോകാൻ സാധിക്കുമെന്നറിയോ? എങ്ങനെയൊക്കെ നമുക്ക് പോവാം? ട്രെയിന് എങ്ങോട്ടേക്കില്ല, ലഡാക്കിലോട്ട് ട്രെയിൻ ഇല്ല. പക്ഷേ ലഡാക്കിൽ പ്ലെയിനിൽ പോകാൻ പറ്റുമോ നമുക്ക്? ലഡാക്കിൽ എയർപോർട്ട് ഉണ്ടോ? ലഡാക്കിൽ എയർപോർട്ട് ഉണ്ടോ? അത് ലേ സിറ്റിയിൽ എയർപോർട്ട് ഉണ്ടോ? ഉണ്ട്, ലേ എയർപോർട്ട് ഉണ്ട്. വളരെ ഒരു ഇമ്പോർട്ടൻറ്റ് പേരാണ്, ലേ എയർപോർട്ടിൻ്റെ പേരാണ് കുഷാക് ബക്കോല റിംപോച്ചെ എയർപോർട്ട്. റിംപോച്ചെ നമ്മുടെ യോധ സിനിമയിൽ അല്ലേ, യോധയിലാണ് നമ്മൾ റിംപോച്ച എന്നൊരു പേര് ആദ്യമായിട്ട് കേൾക്കുന്നത് അല്ലേ. ആരാണ് ഈ റിംപോച്ചെ? ചെറിയ ലാമകൾ അല്ലേ, നമ്മുടെ ബുദ്ധമതത്തിലെ ചെറിയ ലാമകൾ നമ്മൾ പറയുന്ന പേരാണെന്ത്, റിംപോച്ചെ. ആ റിംപോച്ചെ എയർപോർട്ട് എവിടെയാണ്? ലേയിലാണ് കേട്ടോ. ലേ എയർപോർട്ടിൻ്റെ പേരാണെന്ത്, റിംപോച്ചെ എയർപോർട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് പ്ലെയിനിൽ പോവാം അല്ലേ, റിംപോച്ചെ എയർപോർട്ടിൽ പോയി ഇറങ്ങിയിട്ട് നമുക്ക് പോവാം. അല്ലെങ്കിൽ നമ്മളിപ്പോൾ മോട്ടോർ സൈക്കിൾ അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു വണ്ടി എടുത്താണ് പോകുന്നതെങ്കിൽ, അതായത് നമുക്കൊന്ന് നോക്കാം, ചെറുതായിട്ട് ഞാൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. നമ്മളിവിടെ നിന്ന് ട്രെയിൻ കയറി, നമ്മളൊരു ട്രെയിൻ പിടിച്ച് പോവുകയാണ്. എവിടേക്കെന്നറിയോ? ശ്രീനഗറിൽ നമ്മൾ പോകണം. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് എവിടം വരെ ട്രെയിനിൽ ഇറങ്ങാം? ശ്രീനഗറിൽ പോയി നമ്മൾ ട്രെയിനിൽ ഇറങ്ങുകയാണ്. ട്രെയിൻ പിടിച്ച് പോകുന്നു, ശ്രീനഗറിൽ ഇറങ്ങുന്നു. ശ്രീനഗറിൻ്റെ ഈ സൈഡിലാണ് ലേ, ഇവിടെയാണ് ലേ സിറ്റി ഇരിക്കുന്നത്. ലേ കുറച്ച് ഉയരത്തിലായിരിക്കുന്നത്. സോ ശ്രീനഗറിൽ നിന്ന് വേണം നമ്മൾ എങ്ങോട്ട് പോകണത്, ലേയിലേക്ക് പോകണത്. അപ്പോൾ ലേ കുറച്ച് ഉയരത്തിലല്ലേ. സോ ഈ ശ്രീനഗറിൽ നിന്ന് ഒരു ചുരം കയറി വേണം നമ്മൾ എവിടെ എത്താൻ, ലേയിലെത്താൻ. ഏത് ചുരമാണ് ലേയെയും ശ്രീനഗറിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്നത്? അപ്പോൾ ശ്രീനഗറിൽ നിന്നും നമ്മൾ ഏത് ചുരം കയറി വേണം നമുക്ക് ലേയിലെത്താൻ? ആ ചുരത്തിൻ്റെ പേരാണ് സോജില ചുരം. മറക്കല്ലേ കേട്ടോ. സോജില ചുരം കയറിയാൽ നമുക്ക് എവിടെ എത്താം, ലേയിലെത്താം. എവിടെ നിന്നും? ശ്രീനഗറിൽ നിന്നും. അപ്പോൾ ശ്രീനഗറിനെ ലേയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ചുരം ഏത് ചുരം? സോജില കേട്ടാ, സോജില ചുരം. ആരൊക്കെ തമ്മിൽ? ശ്രീനഗറിന് ലേ കേട്ടാ. ഇനി ഇതേ ശ്രീനഗറിൻ്റെ ഈ സൈഡ് നമ്മൾ കണ്ടില്ലേ, ഈ സൈഡിൽ ലെഫ്റ്റ് സൈഡിൽ ഒരു സ്ഥലമുണ്ട് ജമ്മു. നമ്മുടെ ശ്രീനഗറിൻ്റെ ലെഫ്റ്റ് സൈഡിൽ വരുന്ന സ്ഥലമാണ് ജമ്മു. ഇങ്ങോട്ടാണ് നമ്മൾ പോകുന്നതെങ്കിൽ ഇങ്ങോട്ടാണെങ്കിൽ രണ്ട് പ്രത്യേകതകളുണ്ട്. ഈ സ്ഥലത്ത് ട്രെയിനുണ്ട്, ഈ ഒരു ഭാഗത്ത് എന്തുണ്ട്, ട്രെയിനുണ്ട്. ട്രെയിനിലും പോവാം, അല്ലെങ്കിൽ നമുക്ക് എന്തിലും പോവാം, മോട്ടോർ സൈക്കിളിലും പോവാം. അപ്പം നമുക്ക് ആദ്യം മോട്ടോർ സൈക്കിളിൽ പോകുമ്പം ഈ സൈഡിലും ഒരു ചുരമുണ്ട്. ജമ്മു ശ്രീനഗർ, ജമ്മുവിനെയും ശ്രീനഗറിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ചുരമാണ് ബനിഹൽ പാസ്. എന്ത് പാസ്? ബനിഹൽ. മാറിപ്പോവല്ലേ. ശ്രീനഗർ ലേ ആണ്, ശ്രീനഗറിനെയും ലേയും തമ്മിലാണെങ്കിൽ ഏതാ? സോജില പാസും. ശ്രീനഗറിനെയും ജമ്മുവിനെയും തമ്മിലാണെങ്കിൽ ഏത് പാസ്? ബനിഹൽ പാസ്. ബനിഹൽ പാസ്സാണ് ആരൊക്കെ തമ്മിൽ? ജമ്മുവിനെയും ശ്രീനഗറിനെയും തമ്മിൽ കണക്ട് ചെയ്ത് കേട്ടോ. ഈ ട്രെയിൻ റൂട്ട് എന്ന് പറയുന്നത് വിൻ്റർ സമയത്തിൽ ഏറ്റവും മനോഹരമായ റൂട്ടാണ് നമ്മുടെ ബനിഹൽ റെയിൽവേ സ്റ്റേഷൻ. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ യൂട്യൂബോ റീൽസോ എടുത്ത് ഇപ്പോൾ അടിച്ച് നിങ്ങൾക്ക് കാണാൻ പറ്റും. ബനിഹൽ റെയിൽവേ സ്റ്റേഷൻ വിൻ്ററിലെ നമുക്കൊരു യൂറോപ്പിലും സ്വിറ്റ്സർലൻഡിലൊക്കെ പോകുമ്പോൾ കണ്ടിട്ടുണ്ടല്ലേ, ഈ മഞ്ഞിൻ്റെ ഇടയിൽ കൂടെയൊക്കെ ട്രെയിനിൽ ഒരു യാത്ര അല്ലേ, യൂറോപ്പിലൊക്കെ നമ്മൾ കാണുന്നതാണല്ലേ. അതേ ഒരു കാഴ്ച, ആ ഒരു കാഴ്ച നമുക്ക് കാണാൻ പറ്റും ജമ്മുവിലെ ഏത് റെയിൽവേ സ്റ്റേഷൻ? ബനിഹൽ റെയിൽവേ സ്റ്റേഷൻ എന്ന് നിങ്ങൾ യൂട്യൂബ് അടിച്ചാൽ കാണാം. അത്രയ്ക്ക് മനോഹരമായ ഒരു റൂട്ടാണ് ഏത്? ശ്രീനഗറിൽ നിന്നും ജമ്മുവിലേക്കുള്ള ആ ഒരു റൂട്ട് കേട്ടോ. ഒരു വളരെ മനോഹരമായ ഒരു റൂട്ടാണ് കേട്ടോ. ബനിഹൽ റെയിൽവേ സ്റ്റേഷൻ, ബനിഹൽ ചുരം, ജമ്മു ശ്രീനഗർ. എന്നാൽ ശ്രീനഗറിൽ നമ്മൾ ലേയിലോട്ടാണ് പോകുന്നതെങ്കിൽ ഏത് ചുരം കയറണം? സോജില ചുരം കയറി വേണം എവിടെ പോകാൻ? നമ്മൾ ലേയിൽ റീച്ച് ആവാൻ. അപ്പോൾ മാറിപ്പോകല് കേട്ടോ. ഈ റൂട്ട്, രണ്ട് റൂട്ടും, ബനിഹൽ പാസും ഇവിടെ ഏതാ? സോജില പാസ്.
ഓക്കെ. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു റൂട്ടിൽ ഇവിടെ ഒരു പ്രധാനപ്പെട്ട ടണലുണ്ട് കേട്ടോ. നമുക്ക് ഇന്ത്യയിലെ തന്നെ ഏറ്റവും നീളം കൂടിയ ടണൽ ഈ ഒരു പ്രദേശത്താണ് സ്ഥിതി ചെയ്യുന്നത്. ശ്രീനഗറിൽ നിന്ന് ജമ്മുവിൽ ഈ റൂട്ടിലാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ടണലുണ്ട്. ഏതാണെന്നറിയോ? ശ്യാമപ്രസാദ് മുഖർജി റോഡ് ടണൽ. നമ്മുടെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും നീളം കൂടിയ റോഡ് ടണലാണ്. 9.28 കിലോമീറ്റർ കേട്ടോ. ഇന്ത്യയിലെ തന്നെ ഏറ്റവും ലോങ്ങസ്റ്റ് റോഡ് ടണലാണ് ഇത്, ശ്യാമപ്രസാദ് മുഖർജി റോഡ് ടണൽ. ഈ ഒരു റീജിയനിലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കേട്ടോ. അത് കഴിഞ്ഞാൽ സെക്കൻഡ് ആയിരുന്നു ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ ടണൽ 9.02 കിലോമീറ്റർ. ആരെന്നറിയോ? അടൽ ടണൽ അല്ലേ. നമ്മുടെ മണാലിയിൽ പോകുമ്പോൾ അല്ലേ, നമ്മളെ മണാലിയിൽ പോകുമ്പോഴാണ് നമ്മൾ അടൽ ടണൽ അല്ലേ, ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ റോഡ് ടണൽ അടലാണ്. മണാലി എന്ന് പറയുമ്പോൾ സ്റ്റേറ്റ് ആടാ? ഹിമാചൽ പ്രദേശ് അല്ലേ. ഹിമാചൽ പ്രദേശിലാണ് അടൽ ബിഹാരി വാജ്പേയി, നമ്മുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പേരാണ് അടൽ ടണൽ എന്ന്. അല്ലെങ്കിൽ അതിൻ്റെ വേറൊരു പേരുണ്ട്, അടൽ ടണലിൻ്റെ വേറൊരു പേരാണ് റോക്തങ് ടണൽ എന്നും പറയും കേട്ടോ. നമുക്ക് മണാലി പോകുന്ന സാഹചര്യത്തിലാണ് നമ്മൾ ഈ ഒരു ടണൽ കാണുന്നത്, അടൽ ടണൽ അഥവാ റോക്തങ് പാസ് അല്ലേ. മണാലിയിൽ നമ്മൾ പോകുമ്പോൾ കാണുന്ന ഒരു ചുരമാണ് ഏത്? റോക്തങ് ചുരം അല്ലേ. മണാലി കയറുമ്പോൾ നമ്മൾ കയറുന്ന ചുരമാണ് റോക്തങ് ചുരം. ആ റോക്തങ് ചുരത്തിൽ സ്ഥിതി ചെയ്യുന്ന ടണലാണ് ഏത്? അടൽ ബിഹാരി വാജ്പേയിയുടെ പേരിലുള്ള അടൽ ടണൽ അഥവാ റോക്തങ് ടണൽ അല്ലേ. സെക്കൻഡ് ലോങ്ങസ്റ്റ്, ഏറ്റവും ലോങ്ങസ്റ്റ് നമ്മുടെ ശ്രീനഗറിലാണ്. ഏത് ടണലാണ്? നമ്മുടെ ശ്യാമപ്രസാദ് മുഖർജി റോഡ് ടണൽ. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റോഡ് ടണലാണ് ഇത്. കണ്ടല്ലോ, രണ്ട് ടണലും നമ്മൾ കണ്ടല്ലേ, ശ്രീനഗറിലും കണ്ടു, ഹിമാചലിലും കണ്ടു. അടൽ എവിടെയാ? അടലിരിക്കുന്നത് നമ്മുടെ എവിടെയാണ്? ഹിമാചൽ പ്രദേശിലാണ്. അപ്പോൾ ഈ ചുരം മറക്കല്ലേടാ. സോജില കയറിയാൽ ലേയും, ബനിഹൽ കയറിയാൽ ജമ്മു. ബനിഹൽ റൂട്ട് മാപ്പ് യൂട്യൂബിൽ കാണുക. വളരെ മനോഹരമായ ഒരു റെയിൽവേ സ്റ്റേഷൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ലഡാക്ക് എന്ന റീജിയനെ പറ്റി നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ. ദെൻ മൂന്നാമത്തെ ഭാഗമാണ് നമ്മുടെ സസ്കർ എന്ന് പറയുന്ന പ്രദേശം അല്ലെ. ട്രാൻസ് ഹിമാലയയുടെ മൂന്നാമത്തെ ഭാഗം ഏതാണ്? സസ്കർ റീജിയനാണ്. ഈ ഒരു സസ്കർ റീജിയൻ നമ്മൾ കാണുന്നൊരു സ്ഥലമാണ് ഡ്രാസ് എന്ന് പറയുന്ന ഒരു പ്രദേശം കേട്ടോ. ഈ സസ്കർ എന്ന് പറയുന്ന റീജിയനിൽ നമ്മൾ കാണപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട പ്രദേശമാണ് ഡ്രാസ്. എന്താണ് ഡ്രാസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഡ്രാസ് ആണ് നമ്മുടെ രാജ്യത്തിലെ ഏറ്റവും തണുപ്പ് കൂടിയ സ്ഥലം കേട്ടോ. കോൾഡസ്റ്റ് പ്ലേസ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ഏറ്റവും തണുപ്പ് കൂടിയ സ്ഥലം ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? അത് ഡ്രാസ് ആണ് കേട്ടോ. ഇന്ത്യയിലെ ഏറ്റവും തണുപ്പ് കൂടിയ കോൾഡസ്റ്റ് പ്ലേസ് ഡ്രാസ്. ആ ഡ്രാസ് ഇരിക്കുന്ന ഏത് റീജിയനിലാണ്? ഈ പറയുന്ന സസ്കർ റീജിയനിലാണ്. അപ്പോൾ ആരൊക്കെയാണ് ട്രാൻസ് ഹിമാലയ എന്ന് പറയുന്നത്? കാരക്കോറം, ലഡാക്ക്, സസ്കർ. അതിൽ കാരക്കോറത്തിൽ എന്തൊക്കെ കണ്ടു? കാരക്കോറം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ കണ്ടു ഒന്ന് സിയാച്ചിൻ ഗ്ലേഷ്യർ അല്ലേ. ദെൻ മൗണ്ട് K2 വേൾഡ് സെക്കൻഡ്, ഇന്ത്യയിലെ ഏറ്റവും ഹയസ്റ്റ് 8, അടുത്ത നമ്പർ 6, അതാണ് സെക്കൻഡ് 6, 8, 6, 86. ദെൻ ലഡാക്ക് വരുമ്പോൾ ഏറ്റവും ഉയരത്തിലിരിക്കുന്ന പ്ലേറ്റു, ഹയസ്റ്റ് പ്ലേറ്റു ഇൻ ഇന്ത്യയാണ് ഹയസ്റ്റ് പ്ലേറ്റു. ആര്? ലഡാക്ക്. അപ്പോൾ അവിടെ സിറ്റി ലേ, ഏറ്റവും ഉയരത്തിരിക്കുന്ന സിറ്റി അല്ലേ. എയർപോർട്ടും ഉണ്ട്. ആര്? റിംപോച്ചെ എയർപോർട്ട്. അപ്പോൾ ആ റിംപോച്ചെ എയർപോർട്ടല്ലേ ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിലിരിക്കുന്ന എയർപോർട്ട് എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിലിരിക്കുന്ന എയർപോർട്ട് ആരാണ്? നമ്മുടെ റിംപോച്ചെ എയർപോർട്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ, നിങ്ങൾക്കൊരു ഹോംവർക്ക് തരാം. ഈ ഒരു വീഡിയോയുടെ താഴെ നിങ്ങളത് കമൻറ്റ് ചെയ്യണം. എന്താണ് ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ, നമുക്ക് ഒരു പ്രീവിയസ് ഒരു ക്വസ്റ്റ്യൻ ആയി ക്വസ്റ്റ്യൻ. എൻ്റെ ക്വസ്റ്റ്യൻ ഇതാണ്: ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിലിരിക്കുന്ന എയർപോർട്ട് നിങ്ങൾ കണ്ടു. അങ്ങനെയാണെങ്കിൽ എൻ്റെ ചോദ്യം, ഇന്ത്യയിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന റെയിൽവേ സ്റ്റേഷൻ ഏതാണ്? ഈ ഒരു വീഡിയോയുടെ താഴെ നിങ്ങൾ എന്ത് ചെയ്യണം? അത് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന റെയിൽവേ സ്റ്റേഷൻ, ഹയസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ ഇൻ ഇന്ത്യ കേട്ടോ. നിങ്ങൾക്കത് അറിയില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? അത് ഗൂഗിൾ എടുത്ത് ആ ഒരു റെയിൽവേ സ്റ്റേഷൻ കാണണം. കാരണം അതിരിക്കുന്നത് വളരെ മനോഹരമായ ഒരു പ്രദേശത്താണ് കേട്ടോ. നിങ്ങൾ ആ സ്ഥലം കണ്ടാൽ ഉറപ്പിച്ച് ഞാൻ പറയാം, ആ ഒരു സ്ഥലം നിങ്ങൾ എന്ത് ചെയ്യും? പോയിരിക്കും. അത് നമ്മൾ അടുത്തൊരു ക്ലാസ്സിൽ ആ സ്ഥലത്തെ പറ്റി ഞാൻ ഡീറ്റെയിൽ ഡിസ്കസ് ചെയ്ത് തരുന്നതാണ്. പക്ഷെ എന്നാൽ പോലും നിങ്ങൾ ഈ ഒരു അറിയില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ആ റെയിൽവേ സ്റ്റേഷൻ ഏതാണ്, അത് എവിടെ സ്ഥിതി ചെയ്യുന്നു എന്ന് നിങ്ങൾ എന്ത് ചെയ്യണം? ഒന്ന് ഗൂഗിൾ സെർച്ച് ചെയ്ത് ആ റെയിൽവേ സ്റ്റേഷൻ ഒന്ന് കണ്ട് ആ ഒരു പ്രദേശം കണ്ടിട്ട് നോക്കണം കേട്ടോ. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ഒരു വീഡിയോയുടെ താഴെ നിങ്ങളത് കമൻറ്റ് ചെയ്യണം. ഏതാണ് ഇന്ത്യയിലെ ഏറ്റവും ഹയസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ കേട്ടോ. ഈ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണം. ഇന്ത്യയുടെ അങ്ങ് മേളറ്റം എന്നല്ല ഞാൻ പറയുന്നത്, സമുദ്രനിരപ്പിൽ നിന്നും ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയിലെ റെയിൽവേ സ്റ്റേഷൻ ഏത്? ഹയസ്റ്റ്
റെയിൽവേ സ്റ്റേഷൻ ഇന്ത്യ ഏതെന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്. നമ്മുടെ അതുപോലെ ലഡാക്കിനെ പറ്റി പറഞ്ഞപ്പോൾ മറ്റേ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ചുരങ്ങൾ കേട്ടോ. അത് നമ്മളിത് കാണാതെ പഠിക്കില്ലടാ. നമ്മൾ ഈ സാധനം ഒരു യാത്ര ചെയ്യുന്നു. നമ്മൾ പറഞ്ഞില്ലേ, ട്രെയിനിൽ കയറി ശ്രീനഗറിൽ പോകുന്നു, ശ്രീനഗറിൽ നിന്ന് ഇങ്ങോട്ട് പോയാൽ സോജില, ഇങ്ങോട്ട് പോയാൽ ബനിഹൽ, സോജില കയറിയല്ലേ ബനിഹൽ കയറിയാൽ ജമ്മു അല്ലേ. ഇങ്ങോട്ടാണെങ്കിൽ നമുക്ക് മറ്റേ ടണലും കാണാം, ജമ്മുവിലോട്ട് പോകുമ്പോൾ ടണൽ നമ്മുടെ ശ്യാമപ്രസാദ് മുഖർജി റോഡ് ടണലും കാണാം. ഇതാണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റോഡ് ടണൽ അല്ലേ, 9.5 കിലോമീറ്റർ നീളവും ഉണ്ട് അല്ലേ. പക്ഷെ അടൽ എവിടെയാണ്? അടൽ ഹിമാചൽ പ്രദേശിലാണ്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത് ട്രാൻസ് ഹിമാലയ എന്ന് പറയുന്നത്. അപ്പം നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ആരെ പറ്റി പഠിക്കാം? നമ്മുടെ രണ്ടാമത്തെ റീജിയൻ അല്ലേ, ഹിമാലയത്തെ പറ്റി നമുക്ക് പഠിക്കാം. ഓക്കെ, അപ്പോൾ ഇതോടെ നമുക്ക് ഇന്നത്തെ ക്ലാസ് നമുക്ക് എന്ത് ചെയ്യാം, വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ.